നാടൻ ആനകളുടെ വശ്യഗാംഭീര്യവും ആനക്കമ്പക്കാരുടെ കണ്ണും മനസ്സും കീഴടക്കാൻ പോന്ന ഉയരപ്പെരുമയുമായി ഒരു സഹ്യപുത്രൻ, തൃക്കടവൂർ ശിവരാജു. കോന്നി ആനക്കൂട്ടിൽ നിന്നും പുറത്തു വന്ന സഹ്യപുത്രന്മാരുടെ ഗണത്തിൽ തന്നെ ലക്ഷണപ്പൊരുത്തങ്ങളെല്ലാം അറിഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ള ശിവരാജു കൊല്ലം തൃക്കടവൂർ ക്ഷേത്രത്തിലെത്തിയിട്ട് 16 വർഷങ്ങൾ പൂർത്തിയാവുന്നു. 9.25 അടിക്ക് മേലെ ഉയരവും സ്വാഭാവികമായ ഉയരത്തേക്കാൾ ഏതാണ്ട് ഒരടിയെങ്കിലും മേലെ നിൽക്കുന്ന തലയെടുപ്പുമാണ് ശിവരാജു എന്ന ഈ ഗജരാജനെ തെക്കൻ കേരളത്തിലെ എണ്ണം പറഞ്ഞ ആനച്ചന്തങ്ങളിൽ പ്രഥമ ഗണനീയനാക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ ഇന്നുള്ള 42 ആനകളിൽ ഏറ്റവും ഉയരമുള്ളവൻ എന്ന സവിശേഷതയും തൃക്കടവൂർ ക്ഷേത്രത്തിൻ്റെയും ദേശക്കാരുടെയും അഭിമാനമായ ഈ ആണഴകന് തന്നെ. എങ്ങനെ നോക്കിയാലും 2 ചുവട് മുന്നിൽ എന്ന പരസ്യവാചകം പോലെ അംഗോപാംഗ സൗന്ദര്യ തികവുകളുടെ മൂർത്തിമത് ഭാവമായ ശിവരാജു തെക്കൻ കേരളത്തിൻ്റെ അതിരുകൾ കടന്ന് അധികമൊന്നും വടക്കോട്ട് കടക്കാറില്ലെങ്കിലും ഈ ഗജരാജൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് കേട്ടറിയുന്ന ഒട്ടേറെ ആനപ്രേമികൾ, ലക്ഷണ സ്വരൂപന്മാരെ മനസ്സിൽ കൊത്തിവെച്ച് ആരാധിക്കുന്നവർ ഇവനെ കാണാൻ വേണ്ടി മാത്രം കൊല്ലം പട്ടണത്തിന് തൊട്ട് ചേർന്നുള്ള തൃക്കടവൂർ ക്ഷേത്രത്തിലെത്താറുണ്ട്. ബീഹാർ ആനകൾ എന്ന് പൊതുവെ പറയപ്പെടുന്ന വടക്കൻ നാട്ടിലെ ആനകളും നമ്മുടെ സഹ്യപുത്രന്മാരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം മണ്ണിൻ്റെ മക്കൾ അല്പം അധികം ശൂരത്വം പ്രകടിപ്പിക്കുമെങ്കിലും അവരെ വിശ്വസിക്കാം എന്നത് തന്നെയാണ്. ആനക്കാരുടെ കുടുംബത്തിൽ നിന്നും 8-ാം വയസ്സിൽ ആനപ്പാവിൻ്റെ അപൂർവ അത്ഭുത ലോകത്തേക്ക് പ്രവേശിച്ച തിരുവനന്തപുരം പാപ്പനംകോട് സ്വദേശി ഗോപാലകൃഷ്ണൻ നായരാണ് തൃക്കടവൂർ രാജുവിൻ്റെ കണ്ണും മനസ്സുമായ 1-ാം പാപ്പാൻ. അദ്ദേഹത്തിൻ്റെ മകൻ തന്നെയാണ് 2-ാം പാപ്പാൻ. ഇവൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1-ാം പാപ്പാനോട് ഇത്രയും വിധേയത്വമുള്ളൊരു ആന, ഇപ്പോൾ ഗോപാലകൃഷ്ണനോട് ഇത്രയും കൂറുള്ളൊരു ആന. 1-ാം പാപ്പാനോട് ഇത്ര കൂറ്, പക്ഷേ 2-ാം പാപ്പാനോട് അത്രയില്ല. ഇപ്പം മകന് ആയിട്ട് അത്രയും കൂറില്ല. അയാൾക്ക് നീരല്ലാത്ത സമയത്ത് കൈകാര്യം ചെയ്യാൻ പറ്റുമെങ്കിലും ഈ പാപ്പാനോട് വളരെ പ്രത്യേകത ഉള്ളതാണ്. അപ്പോൾ നേരത്തെ ഇതിന് മുമ്പ് നിന്നിട്ടുള്ള ചില 1-ാം പാപ്പന്മാരെ കാര്യമായിട്ട് കൈകാര്യം ചെയ്ത് വിട്ടിട്ടുമില്ല. അപ്പോൾ ഈ ഇങ്ങനെ ഒരു 16-17 വർഷമായിട്ട് ഞാനായിട്ട് ഉള്ളൊരു വലിയ, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പിന്നെ ഏത് തരത്തിലുള്ള ആളും പുള്ളിയെ തൂക്കിയെടുത്തുകൊണ്ട് നടക്കാൻ തക്കവണ്ണമുള്ള ബന്ധമാണ്. ഇവർ തമ്മിലുള്ള ഒരു ആത്മബന്ധമാണ്. ഒരു സസ്പെൻഷൻ ആണെങ്കിൽ പോലും ഇപ്പം ഡിപ്പാർട്ട്മെന്റ് ചിലപ്പോൾ അപൂർവമായിട്ടെങ്കിലും ബന്ധം മുറി നീരുകാലത്ത് അടുപ്പിച്ച് ശരിക്കും നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് ഓടിക്കും. 1 മാസം നിന്നാൽ പുള്ളിക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഇപ്രാവശ്യം അത് പറ്റിയത്. ഡോക്ടറുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു അസസ്മെന്റ് ഇല്ലേ, എന്തുകൊണ്ടാണ് അത്രയും കാലം വളരെ അടുപ്പമുള്ള ഒരാളിനെ മതപ്പാടിന് ഏറ്റവും അധികം ശത്രു ആവുന്നത്? മതപ്പാടെന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആനയെ സംബന്ധിച്ച് അതിൻ്റെ ഒരു ഫിസിയോളജിക്കൽ ഫിനോമിനാണ്. ആരോഗ്യമുള്ള ആനകളിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണത്. ആരോഗ്യമുണ്ടെങ്കിൽ ആനയ്ക്ക് ഇതുണ്ടാവും. പക്ഷേ ആ മതപ്പാട് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആനയെ സംബന്ധിച്ച് അതിൻ്റെ ഒരു സബ് കോൺഷ്യസ് മൈൻഡാണ്. അപ്പോൾ ആ സബ് കോൺഷ്യസ് മൈൻഡിൽ ആന അതിൻ്റെ പഴയ കാലങ്ങൾ ഇവനെ ഉപദ്രവിച്ചിട്ടുള്ള ചരിത്രങ്ങളൊക്കെ ഓർക്കും. ഇപ്പോൾ ഗോപാലകൃഷ്ണൻ ഒരിക്കൽ തല്ലിയിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ മനോമുഖരത്തിൽ വരുന്നത് ആ കളക്ട് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇവനെ സ്നേഹിച്ച സമയമല്ല. അങ്ങനെ വരുമ്പോഴാണ് പാപ്പാനെ ഓടിക്കുന്നൊരു